വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ വെക്റ്റർ കാൽക്കുലസിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഫസ്റ്റ് എന്താണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്? ജസ്റ്റ് ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ഇഫ് z equal to f of x y is a function of x and y, and if u equal to a unit vector u1i plus u2j is a unit vector, then the directional derivative of f in the direction of u at x0 y0 is defined by ഈ ഫോർമുല ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, പഠിക്കുക. അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, ഒരു ഫംഗ്ഷന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ഫംഗ്ഷൻ എക്സിനെ വൈനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ആൻഡ് യു എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ഇൻ ടേംസ് ഓഫ് u1i ആൻഡ് u2j. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു, യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിൽ എഫിന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? du f of x0 y0 is equal to dz by dt is equal to d by dt of f of x0 plus tu1, y0 plus tu2. അപ്പൊ ഇവിടെ x0 y0 ഇതെല്ലാം കോർഡിനേറ്റ്സ് ആണ്. ഇപ്പൊ എക്സ് വൈ സെഡ് പ്ലെയിനിൽ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? എക്സ് വൈ സെഡ് പ്ലെയിനിൽ നമുക്കിപ്പോ ഇതാണ് പാരാമെട്രിക് കർവ്. ഓക്കെ, അതിന്റെ ഇവിടെ ടാൻജന്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് എഫ് ഓഫ് x0 y0 ആൻഡ് x0 y0 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെയാണ് ആ പോയിന്റിൽ നമ്മൾ യൂണിറ്റ് വെക്ടർ യു റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ പോയിന്റിൽ പെർട്ടിക്കുലർ പോയിന്റിൽ എഫ് ഓഫ് x0 y0 നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് x0 y0 നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? dz by dt ആണ്. അതായത് z എന്നത് d by dt ഓഫ് എഫ് ഓഫ് x0 plus tu1, y0 plus tu2 where t is equal to 0. t equal to 0 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലാണ് ഈ പറയുന്ന ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഡെഫിനേഷൻ du ഓഫ് എഫ് ഓഫ് du അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് x0 y0 വിത്ത് റെസ്പെക്ട് ടു യു ആണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് du എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ആസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഓഫ് ദ സർഫസ്. നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ, ആ ഗ്രാഫിൽ കാണിച്ചു ആ ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓഫ് ദ സർഫസ് z equal to f of xy in the direction of u at the point x0 y0, f of x0 y0. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ x0 y0, f of x0 y0 എന്ന് പറയുന്ന പോയിന്റിൽ ഡയറക്ഷൻ ഓഫ് യു ഏതിന്റെ ഡയറക്ഷൻ ആണ്? യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിൽ തന്നെ നമുക്ക് ആ ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിട്ട് നമുക്ക് ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇവാലുവേഷൻ നമ്മൾ എങ്ങനെയാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോകുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? For that, du f of x0 y0 is equal to dz by dt, where z equal to z എന്ന് പറയുന്നത് എന്താ? ഫംഗ്ഷൻ ഓഫ് x and y ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് ഈ x and y, അതായത് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ഡയറക്ഷണൽ, നമ്മൾ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ x0 plus tu1 ആൻഡ് y0 plus tu2. ഈ x0 y0 എന്ന് പറയുന്നത് നമുക്കറിയാം f of x y ആ കൺസേൺ എക്സ് വൈ കോർഡിനേറ്റും ആൻഡ് u1 and u2 എന്താ? നമ്മുടെ യൂണിറ്റ് വെക്ടറിന്റെ കോർഡിനേറ്റ്സും ആണ്. ബാക്കി കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം? അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ dz by dx കൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് മോർ ദാൻ വൺ വേരിയബിളിനെ ഡിപെൻഡ് ചെയ്യല്ലേ? നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു വൺ വേരിയബിൾ എടുത്താൽ അതർ വേരിയബിൾ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. മനസ്സിലായോ? ഇപ്പൊ ഡോ z by ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ z by ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. അവിടെ നമ്മൾ ആ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണുമ്പോൾ നമ്മൾ വൈ കോൺസ്റ്റന്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യണം. അഗെയിൻ സെക്കൻഡ് പോർഷനിൽ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ du f of x0 y0 എന്ന് പറയുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എഫിന്റെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എഫ് എക്സ് ഓഫ് x0 y0 ഡോട്ട് u1 പ്ലസ് എഫ് വൈ ഓഫ് x0 y0 ഡോട്ട് u2. ഓക്കെ, ഈ ഡോട്ട് അതായത് ജസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ എഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എഫ് എക്സ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതുകൊണ്ടാണ് സബ്സ്ക്രിപ്റ്റ് നമ്മൾ ജസ്റ്റ് എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് എഫ് വൈ എന്തായിരിക്കും? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ where x is constant. ഓക്കെ, പിന്നെ u1 u2 ഞാൻ പറഞ്ഞ ഓൾറെഡി വെക്ടർ യു, യൂണിറ്റ് വെക്ടർ യുവിന്റെ കോർഡിനേറ്റ്സ് ആണ്. നമുക്ക് ജസ്റ്റ് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ. ഫൈൻഡ് du എഫ് ഓഫ് 1 2. അപ്പൊ x0 ഉം y0 എന്താ തന്നിരിക്കുന്നത്? x0 1 y0 2. ഫോർ ദ യൂണിറ്റ് വെക്ടറും തന്നിട്ടുണ്ട്. ഇപ്പോൾ യൂണിറ്റ് വെക്ടർ തരുമ്പോൾ അത്, അതായത് ശരിക്കും നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യാം? അതിന്റെ നോർമലൈസ്ഡ് വാല്യൂ എന്താ? മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് u1 സ്ക്വയർ പ്ലസ്
u2 സ്ക്വയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇറ്റ് ഷുഡ് ബി 1 എങ്കിൽ മാത്രമേ, അതായത് മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കണം ആ വെക്ടറിന്റെ, എങ്കിൽ മാത്രമേ അത് യൂണിറ്റ് വെക്ടർ ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വെക്ടർ, ആദ്യം അത് നോക്കുക, തന്നിരിക്കുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ ആണോ അല്ലയോ എന്നുള്ളത്. യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ നമ്മൾ ആദ്യം അതിനെ യൂണിറ്റ് വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് അടുത്ത പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് റൂട്ട് 3/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/2 ഹോൾ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ഓക്കെ, അപ്പൊ അത് യൂണിറ്റ് വെക്ടർ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഫസ്റ്റ് പ്രീവിയസ് ഫോർമുല ചെക്ക് ചെയ്യൂ. du f of x0 y0 is equal to fx of x0 y0 into u1 plus fy of x0 y0 into u2. അപ്പൊ നമുക്ക് fx ഉം fy ഉം ആദ്യം കണ്ടുപിടിക്കണം. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് f വിത്ത് റെസ്പെക്ട് ടു x ആദ്യം കണ്ടുപിടിക്കാം, പിന്നെ വിത്ത് റെസ്പെക്ട് ടു y കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം fx എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം f of xy എന്താ തന്നിരിക്കുന്നത്? xy ആണ് അല്ലെ? അപ്പൊ fx എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ y എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. y പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഡോ ബൈ ഡോ എക്സ് ഓഫ്, ഇനി ബാക്കി എന്താ വരുന്നത്? ആ കൂടി എക്സ് ആണ്. അപ്പൊ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? 1 ആണ്. അപ്പൊ y.1 എന്താ വരിക? നമുക്ക് y കിട്ടും. ക്ലിയർ ആയോ? എഫ് എക്സ് ഇക്വൽ ടു y കിട്ടി. അതേപോലെ തന്നെയാണ് എഫ് വൈ. എങ്ങനെ നമുക്ക് എക്സ് കിട്ടാം? എഫ് വൈ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ ആണ്. അപ്പൊ എക്സ് കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കുക. എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്താ? എക്സ് ഇൻറ്റു 1. ഓക്കെ, അപ്പൊ എക്സ് കിട്ടും. അപ്പൊ എഫ് എക്സ് ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിനും വൈക്ക്, എക്സ് നോട്ടും വൈ നോട്ടും ഇവിടെ തന്നിട്ടുണ്ട് 1, 2. അപ്പൊ ആ പോയിന്റ്സിൽ നമുക്ക് എഫ് എക്സ് എന്താണ്, f1 എഫ് വൈ എന്താന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. എഫ് എക്സ് ഓഫ് 1, 2 എന്ന് പറയുന്നത് എന്താ? വൈക്ക് എന്ത് വാല്യൂ കൊടുക്കണം? 2 കൊടുക്കുക. അപ്പൊ ഇവിടെ 2 ആണ് വാല്യൂ കിട്ടുക. ഇനി എഫ് വൈ നമുക്ക് ഓൾറെഡി എക്സ് ആണ് കിട്ടിയിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ നമുക്ക് 1 കിട്ടും. ക്ലിയർ ആയോ? u1 എന്ന് പറയുന്നത് എന്താ? ഈ തന്നിരിക്കുന്ന ഇക്വേഷനിലെ കോർഡിനേറ്റ്സ് നോക്കുക. u എന്ന് പറയുന്ന വെക്ടർ എന്താ തന്നിരിക്കുന്നത്? √3/2 i പ്ലസ് 1/2 j. അപ്പൊ u1 എന്ന് പറയുന്നത് √3/2, u2 എന്ന് പറയുന്നത് 1/2. ക്ലിയർ ആയല്ലോ? അപ്പൊ u1 = √3/2, u2 = 1/2. ഇനി ഫൈനൽ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. du f of 1, 2 എന്ന് പറയുന്നത് പോയിന്റിലാണ്. ഓക്കെ, അപ്പൊ എഫ് എക്സ് ഓഫ് 1, 2 ഇൻറ്റു u1 പ്ലസ് എഫ് വൈ ഓഫ് 1, 2 ഇൻറ്റു u2 നമ്മളെല്ലാം സെപ്പറേറ്റ് ആയി കണ്ടുപിടിച്ചു കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എഫ് എക്സ് ഓഫ് 1, 2 എന്ന് പറയുന്നത് 2 ആണ് ഇൻറ്റു u1 √3/2 പ്ലസ് 1, അതായത് എഫ് വൈ എന്ന് പറയുന്നത് 1 ആണ് ആൻഡ് u2 എന്ന് പറയുന്നത് 1/2 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? √3 പ്ലസ് 1/2. Next problem. Find the directional derivative at p in the direction of given vector where f of xy is equal to 1 plus xy whole raised to 3/2 p of 8, 1. Okay, അതായത് ആ പോയിന്റ് ആണ്, കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. പെർട്ടിക്കുലർ പോയിന്റ് പി. വാല്യൂ എന്താണ്? എക്സും വൈയുടെയും 8ഉം 1. യൂണിറ്റ് വെക്ടർ എന്താ തന്നിരിക്കുന്നത്? 1/√2 i പ്ലസ് 1/√2 j. ഓക്കെ, അത് കണ്ടാൽ തന്നെ അറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് 1/√2 ഹോൾ സ്ക്വയർ പ്ലസ് 1/√2 ഹോൾ സ്ക്വയർ എന്താ വരിക? ഓക്കെ, മാഗ്നിറ്റ്യൂഡ് വാല്യൂ കിട്ടുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ തന്നിരിക്കുന്നത് യൂണിറ്റ് വെക്ടർ ആണ്. നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഫസ്റ്റ് ഫോർമുല എഴുതി വെക്കുക. du f of x0 y0 is equal to del of x0 y0. അതായത് നമ്മൾ എപ്പോഴും ഈ ഡെറിവേറ്റീവ് ഓപ്പറേറ്ററിലെ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ്. അതല്ലാതെ ഇൻറ്റു ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെൽ ഇൻറ്റു എഫ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഡെൽ എന്ന് പറയുന്നത് എന്താ? ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഡെൽ എഫ് ഓഫ് x0 y0 ഡോട്ട് u ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 1 പ്ലസ് എക്സ് വൈ ഹോൾ റേസ് ടു 3/2 ആണ് എഫ് ഓഫ് എക്സ് വൈ അല്ലെ? അപ്പൊ ഹിയർ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ du of f of x0 y0 is equal to del of f of x0 y0. നമ്മളിപ്പോ പറഞ്ഞു എഫ് എക്സ് ആണ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്. അപ്പൊ ആ ടേം എങ്ങനെ വരിക? 3/2 ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ ഹോൾ റേസ് ടു ഹാഫ് ഇൻറ്റു 1. അതെങ്ങനെ കിട്ടുക? ഇപ്പൊ ഇവിടെ നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈ എന്താ? 1 പ്ലസ് എക്സ് വൈ ഹോൾ റേസ് ടു 3/2 ആണ്. നമുക്ക് ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്താ? n എക്സ് റേസ് ടു n മൈനസ് 1. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പൊ 3/2 ഇൻറ്റു x എന്ന് പറയുന്നത് എന്താ? 1 പ്ലസ് എക്സ് വൈ. 3/2 ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ ഹോൾ റേസ് ടു n മൈനസ് 1 എന്താ? 3/2 മൈനസ് 1. 3/2 മൈനസ് 1 എന്താ? 1/2 അല്ലെ? അപ്പൊ 1 പ്ലസ് എക്സ് വൈ ഹോൾ റേസ് ടു ഹാഫ്. ഇനി ഇൻറ്റു കഴിഞ്ഞിട്ടില്ല, നമ്മൾ ചെയിൻ റൂൾ പോലെ ഡെറിവേറ്റീവ് കാണണം. കാരണം ഇവിടെ വെറും എക്സോ വൈയോ അല്ല, ഇവിടെ എന്താ? 1 പ്ലസ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് കൂടി നമ്മൾ
മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അത് മറന്നു പോകരുത്, വിട്ടുപോകരുത്. അപ്പൊ 1 പ്ലസ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എഫ് എക്സ് ആണ്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രമാണ്. അപ്പൊ നമ്മുടെ വൈ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. വൈ കോൺസ്റ്റന്റ് ആയി വൈ മാറ്റി നിർത്തും. 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ? വൈ പുറത്തേക്ക് എടുത്താൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്താ? 1. അപ്പൊ വൈ. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് അറ്റ് ദ പോയിന്റ് 8 1 അത് മറക്കണ്ട, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ്. ഡോട്ട് ഐ ക്യാപ് പ്ലസ് 3/2 ഇൻറ്റു അഗെയിൻ സെയിം തന്നെ വരും. അതായത് സെയിം ടേംസ് തന്നെ വരും. പക്ഷെ ആ കൂടി വ്യത്യാസം എന്താ? എഫ് വൈയില് എഫ് എക്സ് നമുക്ക് വൈ കിട്ടിയാൽ എഫ് വൈ സിമിലർലി നമുക്ക് എങ്ങനെ കിട്ടും? എക്സ് കിട്ടും. ഓക്കെ, നമുക്ക് എക്സ് കോൺസ്റ്റന്റ് ആയിരുന്നു പുറത്തേക്ക് എടുത്തു. ഡോ ബൈ ഓഫ് വൈ എന്ത്? 1 ആണ്. അപ്പൊ എക്സ് ആണ് വരിക എഫ് വൈ. നെക്സ്റ്റ് 3/2 ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ ഹോൾ റേസ് ടു ഹാഫ് ഇൻറ്റു എക്സ്. ഓക്കെ, അറ്റ് ദ പോയിന്റ് 8 1 ഡോട്ട് ഇനി ജെ ഡോട്ട് ഇനി ഇത്രയുമാണ് ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഡോട്ട് യു ചെയ്യാൻ മറക്കരുത്. യു എന്ന് പറയുന്നത് എന്താ? u1 i പ്ലസ് u2 ചെയ്ത് തന്നിരിക്കുന്നത് എന്താണോ അത് അങ്ങനെ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? എക്സിനും വൈക്കും ഈ വാല്യൂസ് എക്സ് ഈക്വൽ ടു 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫുൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഈ ഫെർദർ കാൽക്കുലേഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, ഓരോ ടേംസും എക്സും വൈ ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും തെറ്റരുത്. ഒരു ഡിജിറ്റലിന് വ്യത്യാസം വന്നാൽ മതി, ഫുൾ ആൻസർ തന്നെ മിസ്റ്റേക്ക് ആയിപ്പോ. അപ്പൊ 3/2 1 plus 8.1 raised to half I plus 3/2 1 plus 8.1 raised to half dot 8j. ഇനി ഇത് ഹോൾ ഇൻറ്റു 1/√2 I plus 1/√2 j. ഓക്കെ, നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ 1 plus 8 എന്ന് പറയുന്നത് 9. 9 raised to half എന്താ? raised to half എന്താ? സ്ക്വയർ റൂട്ട് ആണ് അല്ലെ. അപ്പൊ സ്ക്വയർ റൂട്ട് 9. അഗെയിൻ സെയിം തന്നെ സെക്കൻഡ് ടേമിലും കിട്ടും. ഇൻറ്റു 8j ഡോട്ട് 1/√2 I plus 1/√2 j. ഇനി ഈ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യും. ഫൈനൽ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാ? ഐ ഡോട്ട് ഐ എന്ന് പറയുന്നത് 1 ആണ്, ജെ ഡോട്ട് ജെ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ കറസ്പോണ്ടിങ് കമ്പോണൻസ് മാത്രം നമുക്ക് കിട്ടും അല്ലെ. ഐ ഡോട്ട് ജെയും ജെ ഡോട്ട് ഐയും വരില്ല. ഐ ഡോട്ട് ഐയുടെ ടേംസ് നോക്കാം. 9/2 ഡോട്ട് അതായത് ഇൻറ്റു 1/√2 എന്താ വരിക? 9/2 ആൻഡ് 36 ഇൻറ്റു 1/√2 36/√2. ഇത് ജസ്റ്റ് നമ്മൾ ഇതേപോലെ കോമൺ ഫാക്ടർ എടുക്കുക, ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താ? ഫൈനൽ 81/2√2. ഓക്കെ, അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ 2√2 ആണ്, ഇവിടെ √2 ആണ്. ഒന്നുകിൽ 1/√2 പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് 9/2 പ്ലസ് 36 ചെയ്യുക. അപ്പൊ എന്താ വരിക? 9 പ്ലസ് 36 ഇൻറ്റു 2/2. ഓക്കെ, അപ്പൊ 81/2. നെക്സ്റ്റ് വൺ, ഫൈൻഡ് du f of 5, 0. Given f of xy is equal to e raised to 2xy and u is equal to minus 3/5i plus 4/5j. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? e raised to 2xy ആൻഡ് യൂണിറ്റ് വെക്ടർ എന്താ തന്നിരിക്കുന്നത്? minus 3/5i plus 4/5j. സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതായത് എഫ് എക്സ് ഈക്വൽ ടു നമുക്ക് ആദ്യം അഗൈൻ എപ്പോഴും ഫസ്റ്റ് എഫ് എക്സും എഫ് വൈയും കണ്ടുപിടിക്കുക. പിന്നെ പോയിന്റ്സ് പെർട്ടിക്കുലർ പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഫ് എക്സും എഫ് വൈയും വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുറച്ചും കൂടി ഈസി ആവും. അപ്പൊ ഫസ്റ്റ് എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ്, വൈ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് വൈ ആണ്. നമുക്കറിയാം ഇ റേസ് ടു എക്സിന്റെ എന്ന് പറയുന്നത് ജസ്റ്റ് ഇ റേസ് ടു എക്സ് തന്നെ വരും. ഇൻറ്റു ചെയിൻ റൂൾ പോലെ ആ പവറിന്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ഏതാ ചെയ്യുന്നത് അതർ വേരിയബിൾ കോൺസ്റ്റന്റ് ആക്കി എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു 2xy ഇ റേസ് ടു 2xy തന്നെ നമ്മൾ എഴുതി. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2xy വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യണം? എക്സ് ആണ് ചെയ്യണം. അപ്പൊ 2y കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്താ? 1 ആണ്. അപ്പൊ 2y വരും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഇതേപോലെ എഫ് വൈയുടെ എങ്ങനെയാ വരിക? ഇ റേസ് ടു 2xy അങ്ങനെ തന്നെ എഴുതി. ഇനി ഇൻറ്റു 2xyയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യും. അപ്പൊ 2x നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എഫ് എക്സിൽ അറ്റ് ദ പോയിന്റ് 5 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താ വരിക? എക്സ് ഈക്വൽ ടു 5 കൊടുക്കുക, y ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പൊ 2y ഇ റേസ് ടു 2xy അറ്റ് ദ പോയിന്റ് 5, 0 എന്താ വരിക? y എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 കിട്ടി ഡയറക്റ്റ് ആയിട്ട്. നെക്സ്റ്റ് വൺ 5, 0 അഗെയിൻ y എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇ റേസ് ടു 0 എന്താ വരിക? 1 ആണ്. ഇനി 2 ഇൻറ്റു എക്സിൽ എക്സ് ഈക്വൽ ടു 5 കൊടുത്താൽ 2 ഇൻറ്റു 5 10. അപ്പൊ 10 കിട്ടി വരും. ഇനി u1 എന്താ തന്നിരിക്കുന്നത്? minus 3/5 ആൻഡ് u2 4/5 തന്നിട്ടുണ്ട്. അപ്പൊ du f of 5, 0 എന്ന് പറയുന്നത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് എക്സ് ഇൻറ്റു u1 പ്ലസ് എഫ് വൈ ഇൻറ്റു u2. അപ്പൊ 0 ഇൻറ്റു minus 3/5 പ്ലസ് 10 ഇൻറ്റു 4/5 is equal to 8 ആണ് ആൻസർ കിട്ടും. നെക്സ്റ്റ് ഫൈൻഡ് du
f of 0, 0, given f of xy is equal to ln, natural log the 1 plus x square plus y square, and u is equal to 1 by root 10 I minus 3 by root 10 j. Okay. അപ്പോൾ ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ആസ് യൂഷ്വൽ എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് ഓഫ് 0,0 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇവിടെ എഫ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് നാച്ചുറൽ ലോഗ് ആണ്. ഓക്കെ, ഇപ്പൊ ലോഗിന്റെ നമ്മൾ ലോഗ് എക്സിന്റെ അല്ലെങ്കിൽ എൽ എൻ എക്സിന്റെ നമ്മൾ എന്താണ് ഡെറിവേറ്റീവ് വരിക? 1 by x. ഇനി അഗെയിൻ ആ എക്സ് എന്നതിന് പകരം വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ അതിന്റെയും ഡെറിവേറ്റീവ് ചെയിൻ റൂൾ പോലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ എഫ് എക്സ് ഓഫ് 0,0 is equal to 2x by 1 plus x square plus y square. ഇത് എങ്ങനെ കിട്ടുക? ഫസ്റ്റ് ln of 1 plus x square plus y square ഡെറിവേറ്റീവ് എന്താ? 1 by 1 plus x square y square. ഇനി കഴിഞ്ഞിട്ടില്ല, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 plus x square plus y square വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. അപ്പൊ 1ന്റെ 0, പിന്നെ എക്സ് സ്ക്വയറിന്റെ 2x വരും, y സ്ക്വയറിന്റെ 0. അപ്പൊ അങ്ങനെയാണ് നമുക്ക് 2x എന്ന് പറയുന്ന വാല്യൂ മുകളിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 2x by 1 plus x square plus y square. ഇനി അറ്റ് ദ പോയിന്റ് 0, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിനും വൈക്കും 0 കൊടുക്കാം. ഓക്കെ, അപ്പൊ താഴെ 1 വരും, മുകളിൽ എന്താ വരിക? 0. അപ്പൊ ആൻസർ നമുക്ക് 0 ആണ് കിട്ടും. ഇനി നെക്സ്റ്റ് എഫ് വൈ ഇതേപോലെ കണ്ടുപിടിക്കാം. എഗെയിൻ ഈ എഫ് എക്സ് കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് 2xന് പകരം നമുക്ക് എന്ത് കിട്ടും? 2y കിട്ടും അല്ലെ? 2y ഡിവൈഡഡ് ബൈ ബാക്കിയെല്ലാം സെയിം 1 plus x square plus y square. അറ്റ് ദ പോയിന്റ് 0, 0 കൊടുത്താൽ എന്താ വരിക? yക്ക് 0 കൊടുത്തു, എഗെയിൻ സെയിം തന്നെ വരും, 0 എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് വരും. ന്യൂമറേറ്ററിൽ 0, ഡിനോമിനേറ്ററിൽ 1 വരും. ഫൈനൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഡി യു എഫ് ഓഫ് 0, 0 എന്ന് പറയുന്നത് എഫ് എക്സ് u1 plus എഫ് വൈ u2. അപ്പൊ നമുക്ക് ഇവിടെ ഫുൾ, കാരണം ഒരു ടേം 0 ആയി പോയി, അപ്പൊ ആ പ്രോഡക്റ്റ് എന്താവും? 0. രണ്ടും കൂടി ആഡ് ചെയ്ത് 0 ആണ് ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു y square ln x plus at the point 1, 5 in the direction of a. ഇപ്പോൾ ഒരു വെക്ടർ തന്നിട്ടുണ്ട്, ആ വെക്ടറിന്റെ ഡയറക്ഷനിലാണ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത്. ആ തന്നിരിക്കുന്ന വെക്ടർ ഫസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ് വെക്ടർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് കണ്ടറിയാം ഏതൊക്കെയാ കോർഡിനേറ്റ്സ്, കമ്പോണൻസ് ഏതൊക്കെയാ? -3ഉം 3ഉം അല്ലെ? അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് -3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്താ വരിക? ഒരിക്കലും 1 ആയിരിക്കില്ല അല്ലെ? മാഗ്നിറ്റ്യൂഡ് 1 അല്ല. അതുകൊണ്ട് തന്നിരിക്കുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ അല്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്ക് അതിനെ യൂണിറ്റ് വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് വേണം ബാക്കി എഫ് എക്സ് എഫ് വൈ കണ്ടുപിടിച്ച് ഡി യു കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ്, സിൻസ് എ is not a unit vector, since its norm value is not equal to 1, therefore u is equal to തന്നിരിക്കുന്ന വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് നോം എ. അപ്പൊ -3i plus 3j ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് -3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അപ്പൊ ശരിക്കും നോർമലൈസേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ -3i plus 3j ഡിവൈഡ് ബൈ √18. √18 എന്താ? 9 into 2 ആണ് 18. അപ്പൊ √9 എന്ന് പറഞ്ഞാൽ 3 പുറത്തേക്ക് എടുക്കുക, 3 into √2. അഗെയിൻ ഓരോ ടേംസിനെ സ്പ്ലിറ്റ് ചെയ്യുക. -3/3 √2 എന്താ വരിക? ഞാനിവിടെ ആ സ്റ്റെപ്പ് കാണിച്ചിട്ടില്ല, ജസ്റ്റ് മനസ്സിലാക്കാം. -3 ഡിവൈഡഡ് ബൈ √18 എന്ന് പറയുന്നത് 3 √2 ആണ്. അപ്പൊ 3യും 3യും ക്യാൻസൽ ആവും, താഴെ √2 വരും, -1/√2 ആയി. അതാണ് ഫസ്റ്റ് ടേം കിട്ടുക. ഓക്കെ, ഇനി സെക്കൻഡ് വൺ 3 ഡിവൈഡഡ് ബൈ 3 √2, 3 ക്യാൻസൽ ആയി, +1/√2 വരും. അപ്പൊ +1/j. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വെക്ടറിനെ നമ്മൾ ആദ്യം യൂണിറ്റ് വെക്ടർ ആക്കി കൺവേർട്ട് ചെയ്യും. ഇനി നമുക്ക് എഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് എക്സ് അറ്റ് ദ പോയിന്റ് 1, 5 എന്ന് പറയുന്നത് എന്താ? ln y square ln x ആണ് എഫ് എന്ന് പറയുന്നത്, y square ln x. അപ്പൊ നമുക്ക് എഫ് എക്സ് എന്താ വരിക? y square കോൺസ്റ്റന്റ് ആണ് അല്ലെ? വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പൊ ln x ന്റെ എന്താ? 1/x. അപ്പൊ y square into 1/x എന്താ? y square by x. at the point 1, 5 എന്താ വരിക? x equal to 1 കൊടുക്കുക, y equal to 5 കൊടുക്കുക. അപ്പൊ 25, 5 സ്ക്വയർ വരും 25. നെക്സ്റ്റ് വൺ എഫ് വൈ ഓഫ് 1, 5. അപ്പൊ എഫ് വൈ ഓഫ് 1, 5 എന്ന് പറയുന്നത് 2y ln x. അതായത് എന്താ കാരണം? കാരണം y square ln x ല് ln x കോൺസ്റ്റന്റ് ആണ്, വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണണം. അത് കാരണം ln x പുറത്തേക്ക് എടുത്താൽ y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2y. അപ്പൊ 2y ln x at the point 1, 5 എന്താ വരിക? ln x എന്ന് പറയുന്നത് x equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ നാച്ചുറൽ ലോഗ് ഓഫ് 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഈ വാല്യൂ എന്തായിട്ട് കിട്ടും? നമുക്ക് 0 ആണ് കിട്ടും. അപ്പൊ ഫസ്റ്റ് വൺ 25 കിട്ടി, എഫ് എക്സ് 25, എഫ് വൈ 0. ഇനി ഫൈനൽ ആ മെയിൻ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി യു എന്ന് പറയുന്നത് എന്താ? എഫ് എക്സ് ഇൻറ്റു u1 പ്ലസ് എഫ് വൈ ഇൻറ്റു u2. 25 ഇൻറ്റു u1 എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ കണ്ടുപിടിച്ച കമ്പോണന്റ് ഇല്ലേ, യൂണിറ്റ് വെക്ടർ. അപ്പൊ അതിന്റെ ഫസ്റ്റ് കമ്പോണന്റ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് u1, സെക്കൻഡ് കോഎഫിഷ്യന്റ് u2. അപ്പൊ u1 -1/√2, u2 എന്ന് പറയുന്നത് 1/√2. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം സെക്കൻഡ് ടേമില്
എഫ് വൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ആ സെക്കൻഡ് ടേം ക്യാൻസൽ ആയി. അപ്പൊ ഇവിടെ നമുക്ക് വാല്യൂ എന്താ കിട്ടുക? -25/√2. നെക്സ്റ്റ് ആണ്. ഇനി നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ടു ഫൈൻഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഇപ്പൊ സപ്പോസ് ആ തന്നിരിക്കുന്ന യൂണിറ്റ് വെക്ടർ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് മീറ്റ് ചെയ്യുന്നത് നമ്മുടെ എക്സ് ആക്സിസ്. ആ ആംഗിൾ മാത്രമേ തന്നിട്ടുണ്ടാവും. അപ്പൊ യൂണിറ്റ് വെക്ടർ എത്രയാണെന്ന് തന്നിട്ടുണ്ടാവില്ല. U1 U2 കമ്പോണൻസ് ചിലപ്പോൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആംഗിൾ മാത്രമായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും? അപ്പൊ ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ എക്സ് ആൻഡ് വൈ, എക്സ് വൈ പ്ലെയിൻ തന്നിട്ടുണ്ട്. ഒറിജിനിൽ നിന്നൊരു യൂണിറ്റ് വെക്ടർ u which is represented by u1i plus u2j. ഓക്കെ, അപ്പൊ ഇവിടെ u1 ഞാൻ പറഞ്ഞു u1 and u2 അതിന്റെ ij കമ്പോണൻസ് ആണ്, എക്സ് വൈ കമ്പോണൻസ് ആണ്, അതായത് ij കമ്പോണൻസ് ആണ്. അപ്പൊ u1 എന്ന് പറയുന്നത് എക്സ് കമ്പോണന്റ്, u2 എന്ന് പറയുന്നത് y കമ്പോണന്റ്, u1 u2 ആൻഡ് ഹിയർ ഇവിടെ എന്താ പ്രത്യേകത? യൂണിറ്റ് വെക്ടർ u in the xy plane, അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. u equal to നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? u equal to cos phi I plus sin phi j, where phi is the angle from positive x-axis to u. അതായത് ശരിക്കും ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ, പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് യുയിലേക്ക് പോകുന്ന ഡയറക്ഷനിലാണ് ഫൈ എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, ഇനി നമുക്ക് യുവിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു ദിസ് ആംഗിൾ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് കോർഡിനേറ്റ്സ് u1 and u2, u is equal to cos phi I plus sin phi j. ഓക്കെ, അപ്പൊ അങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഫോർമുല നമുക്ക് fx of x0 y0 cos phi plus fy of x0 y0 sin phi. അപ്പൊ നമുക്ക് ഇവിടെ cos phi എന്ന് പറയുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കമ്പോണന്റ് ആണ്, അതായത് u1. ഇനി y ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന കമ്പോണന്റ് ആണ് u2, അതായത് sin phi. അപ്പൊ phi തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് u1 and u2 എന്ന് പറയുന്നത് cos phi sin phi വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് f of xy e raised to xy at -2, 0 in the direction of unit vector that makes an angle of pi/3 with positive x-axis. അപ്പൊ ഇവിടെ എന്താ മെൻഷൻ ചെയ്തിരിക്കുന്നത്? നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ. യൂണിറ്റ് വെക്ടർ നമുക്ക് u1 u2 കോർഡിനേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടില്ല. പകരം നമുക്ക് എന്താ തന്നിരിക്കുന്നത്? നമുക്ക് ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത് തന്നിട്ടുണ്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ആൻഡ് യൂണിറ്റ് വെക്ടർ മേക്സ് ആൻ ആംഗിൾ ഓഫ് pi/3 with positive x-axis. അപ്പോൾ ആ ആംഗിൾ മാത്രമാണ് തന്നിരിക്കുന്നത് ഫൈ. അപ്പൊ ആദ്യം fx at the point -2, 0 കണ്ടുപിടിക്കാം. നമുക്കറിയാം again e raised to xy യുടെ with respect to x പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താ വരിക? e raised to xy ന്റെ e raised to xy തന്നെ into xy യുടെ ഡെറിവേറ്റീവ് with respect to x എന്താ? y. അപ്പൊ y e raised to xy at the point -2, 0 കണ്ടുപിടിക്കാം. അപ്പൊ x equal to -2 and y equal to 0 കൊടുക്കാം. അപ്പൊ y 0 വന്നാൽ തന്നെ അത് ടോട്ടൽ 0 ആയിപ്പോയി. നെക്സ്റ്റ് വൺ fy of -2, 0 എന്താ വരിക? x e raised to xy, അതായത് fx y raised to xy വന്നു, അതേപോലെ തന്നെ fy നമുക്ക് എന്ത് കിട്ടും? x e raised to xy അല്ലെ, x കോൺസ്റ്റന്റ് ആണ്. at the point -2, 0 again ഇവിടെ കൊടുക്കുക. അപ്പൊ ഇവിടെ x ന് -2 y ക്ക് 0 ആണ് കൊടുക്കുന്നത്. അപ്പൊ x equal to -2 കൊടുത്താൽ -2 into e raised to എന്താ വരിക? y ക്ക് 0 കൊടുക്കുമ്പോൾ e raised to 0 1, -2 ആണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, ഇനി cos pi/3 sin pi/3 കണ്ടുപിടിക്കാം. കാരണം നമുക്കിപ്പോ u1 u2 എന്താ? u1 എന്ന് പറയുന്നത് cos pi/3 ആൻഡ് u2 എന്ന് പറയുന്നത് sin pi/3. അപ്പൊ ഇത് നമുക്കറിയാം ഇത് u1 ആണ് ആൻഡ് sin pi/3 എന്ന് പറയുന്നത് u2 ആണ്. അപ്പൊ നമുക്ക് u1 u2 അങ്ങനെ കണ്ടുപിടിക്കാം. cos pi/3 sin pi/3, cos pi/3 1/2, sin pi/3 √3/2. ഓക്കെ, അപ്പൊ ഫൈനൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. du f of -2, 0 എന്ന് പറയുന്നത് fx into cos pi/3 plus fy into sin pi/3. ഓക്കെ, 0 into half plus -2 into √3/2. നമുക്ക് ആൻസർ എന്താ കിട്ടുക? -√3. നെക്സ്റ്റ് ടോപ്പിക് ഗ്രേഡിയന്റ്. എന്താണ് ഗ്രേഡിയന്റ്? ഒരു ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഇഫ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ then the gradient of f, നമുക്ക് ഗ്രേഡിയന്റിനെ ഇതേപോലെ del f of xy എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, fx of xy I cap plus fy of xy j cap. അപ്പൊ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താ നമ്മളിപ്പോ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ഒരു ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് അറിയാമെങ്കിൽ ആ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ഡോട്ട് യു ചെയ്താൽ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് റിലേറ്റ് ചെയ്തിട്ടുള്ള
രണ്ട് മൂന്ന് മെത്തേഡ്സ്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തു. സെക്കൻഡ് വൺ ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡ്. ഫൈ എന്ന് പറയുന്ന ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ U1 U2 കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക, അങ്ങനെ ഇവാലുവേഷൻ നമ്മൾ പഠിച്ചു. ആൻഡ് തേർഡ് വൺ, ഇപ്പോൾ നമുക്ക് സപ്പോസ് ഒരു ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് അറിയാമെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് യൂണിറ്റ് വെക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആ ഫംഗ്ഷന്റെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ del f of xy എന്ന് പറയുന്നത് fx of xy I plus fy of xy j, ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കുക. ഈ കർവിന്റെ ടാൻജന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ f of x naught y naught, ഓക്കെ, ഈ പോയിന്റ്, പിന്നെ x naught y naught എന്ന് പറയുന്ന ഈ പോയിന്റ്, ഓക്കെ, ഇവിടുന്ന് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന del f ഇതാണ്, ഓക്കെ. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് x naught y naught, ഈ പോയിന്റിൽ നിന്ന് യൂണിറ്റ് വെക്ടറിൽ നിന്നാണ് ഈ പോയിന്റ് എടുത്തിരിക്കുന്നത്. x naught y naught ഈ യൂണിറ്റ് വെക്ടർ തമ്മിലുള്ള പോയിന്റിൽ നിന്നാണ് del f നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രേഡിയന്റ് ഓഫ് ദ ഫംഗ്ഷൻ l എന്ന് പറയുന്നത് ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, find del f at the indicated point f of xy is equal to x square plus xy whole raised to 3 at the point minus 2 1. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ x square plus xy whole cube at the point minus 2 minus 1. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രേഡിയന്റ് del f കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇവിടെ fx എന്ന് പറയുന്നത് എന്താ, at the point minus 2 minus 1 ആദ്യം കണ്ടുപിടിക്കാം. അതായത് x raised to n ന്റെ എന്താ ഡെറിവേറ്റീവ് വരിക, nx raised to n minus 1. അപ്പോൾ x square plus xy whole cube എന്ത് വരും, 3 into x square plus xy whole raised to 3 minus 1, അതായത് സ്ക്വയർ, into ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. x square plus xy ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ്. അപ്പൊ ഫസ്റ്റ് ടേം എന്താ വരിക, 2x ഉം സെക്കൻഡ് ടേം എന്ത് വരും, y. അപ്പൊ 2x plus y. ഇനി at the point minus 2 minus 1 എന്ന് പറയുന്നത് x equal to minus 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് y equal to minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ, minus 540. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് അതേപോലെ fy കണ്ടുപിടിക്കാം. അതായത് 3 into x square plus, സോറി, ഇവിടെ y square അല്ല, xy. ഓക്കെ, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് xy ആണ് കേട്ടോ, ബൈ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 3 into x square plus xy again whole square into derivative of x square plus xy with respect to y ആണ്. അപ്പൊ ഫസ്റ്റ് ടേം x square ക്യാൻസൽ ആയി, ആൻഡ് സെക്കൻഡ് ടേം xy യുടെ with respect to y എന്താ വരാ, x ആണ് വരാം. ഓക്കെ, at the point minus 2 minus 1 again ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്ന വാല്യൂ minus 216. Therefore del f എന്താ കണ്ടുപിടിക്കുക, ജസ്റ്റ് ഇത് ഡയറക്റ്റ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. fx I plus fy j at the point minus 2 minus 1. അപ്പൊ minus 540 I minus 216 j. ഓക്കെ,